ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ പറയുന്ന പോലെ നമുക്ക് വളരെ എളുപ്പമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പെട്ടെന്ന് താരമാവാൻ. അതിന് വളരെ സിമ്പിളായിട്ട് കുറച്ച് നെഗറ്റിവിറ്റി പടച്ചു വിട്ടാൽ തന്നെ ആൾക്കാർക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനിടയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വളരെ രസകരമായിട്ടുള്ള യാത്രാ വിവരണങ്ങൾ, വളരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ, ഭക്ഷണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു കഥ പറയാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീ പി.ടി. മുഹമ്മദ്. ശ്രീ പി.ടി. മുഹമ്മദ്, വെൽക്കം. സ്വാഗതം. കഥ പറയുന്ന ആളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊരു കഥ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയി പോകും. കാര്യം ഹാർഡ് ഡിസ്ക് ഫുൾ കഥകളാണല്ലോ. എങ്കിൽ കൂടി നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്ത് താങ്കളുടെ ഒരു രീതിയിൽ, താങ്കൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതും അങ്ങനെ തന്നെയല്ല, എന്നാ ഒരു കഥ പറയാം. ചെയ്തിട്ടുള്ള ഇത്രയും കഥകളിൽ പെട്ടെന്ന് നമ്മുടെ ലിസണേഴ്സുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്നാ കഥ പറയാം എന്ന് പറഞ്ഞു തുടങ്ങിയ പറയാൻ പറ്റുന്ന ഒരു കഥ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാൻ എന്തായിരിക്കും പറയാനുള്ളത്? ഞാൻ ഈ കാശ്മീരിൽ, ഈ അടുത്ത് ഞാനിപ്പോ കാശ്മീരിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഉണ്ടായ ഒരു കഥ പറയാം. ഈ കാശ്മീർ ഈ ഒരു ആപ്പിൾ കാലമാണ്, ആപ്പിൾ വിളവെടുക്കുന്ന കാലമാണ്. ആപ്പിൾ കർഷകർ വല്ലാതെ നഷ്ടം നേരിട്ട ഒരു വർഷം കൂടിയാണ്. കാരണം വല്ലാതെ മഴ പെയ്തു. അപ്പോൾ സാധാരണത്തേക്കാൾ ഉപരിയായിട്ട് ആപ്പിളുകൾ നിലത്തേക്ക് വീഴുന്ന തോത് വളരെ കൂടുതലായി. ഇപ്പം നിലത്ത് വീണ ആപ്പിളുകൾ ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ വല്ലാതെ നഷ്ടം നേരിട്ട ഒരു ഘട്ടം കൂടിയാണ്. അതിന് പുറമെ ഈ മഴയിൽ ശ്രീനഗറിൽ നിന്നും ജമ്മുവിലേക്കുള്ള പാതകൾ പലയിടത്തും ഒലിച്ചുപോയി. അപ്പോൾ വിളവെടുത്ത് പറിച്ചു വെച്ച കൊട്ടയിലാക്കി മാറ്റിയ ആപ്പിളുകൾ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ റോഡുകളൊക്കെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതിൻ്റെ ഫലമായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ വർഷം മാത്രം കാശ്മീരിലെ ആപ്പിൾ കർഷകർക്കുണ്ടായി. ഞാൻ അങ്ങനെ ഒരു സമയത്താണ് കാശ്മീരിൽ എത്തിപ്പെടുന്നതും ഒരു ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ, ഒരു ഉൾഗ്രാമത്തിൽ ഒരു ആപ്പിൾ തോട്ടത്തിൽ കിടക്കുന്നു. അപ്പോൾ നിലത്ത് മുഴുവൻ ആപ്പിളുകളാണ്, മണ്ണ് കാണാനേ ഇല്ല. അതൊക്കെ ആപ്പിളുകൾ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുകയാണ്, ഒന്നും വിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഉള്ളിടത്ത് അവരിങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു പെട്ടി ആപ്പിൾ വേണം. എനിക്കൊരു പെട്ടി ആപ്പിളൊന്നും നമ്മുടെ വളരെ കുറഞ്ഞ ചിലവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ആപ്പിളിൻ്റെ പെട്ടി തന്നുകൊണ്ട് പറഞ്ഞു, പണം കൊടുക്കാൻ നേരത്ത് വാങ്ങിയില്ല. എന്നോട് പറഞ്ഞു, ഞങ്ങൾ അതിഥികളിൽ നിന്ന് പണം വാങ്ങാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും നഷ്ടം ഉള്ള ഒരു